മയൂരം സാഹിത്യ സാംസ്കാരിക വേദിയുടെ 4ാമത് വിഷയാധിഷ്ഠിത കഥാരചനാ മത്സരത്തിൽ സൂത്രധാരൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ചെറുകഥ സൂത്രധാരൻ, ക്രമ നമ്പർ 10, രചന തോമസ് കാവാലം, വായന അശ്വതി മനോജ്. അതെ, അതവൻ തന്നെ. അനസൂയ അവളോട് തന്നെ പറഞ്ഞു. അഖിൽ വഞ്ചകൻ, തൻ്റെ ജീവിതം തകർത്തിട്ട് രക്ഷപ്പെട്ടവൻ. അനസൂയ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പുറകെ വെച്ചു പിടിച്ചു. ബോംബെ വിക്ടോറിയ ടെർമിനസിൽ ട്രെയിനുകളിലേക്ക് ചാടി കയറുന്ന അഖിലിനെ അവൾ കണ്ടു. യു ചീറ്റ്, യു ആർ അബ്സ്കോണ്ടിങ്. എന്നെ നശിപ്പിച്ചിട്ട് നീ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ? നീ ഈ പട്ടണത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഇവിടേക്ക് വന്നത്. നാണക്കേട് കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റാതായി. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ കാണുമെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു. അനസൂയയെ കണ്ട ഞെട്ടലിൽ അഖിൽ പരിസരം മറന്നു നിന്നു. അവൻ്റെ കൂടെ ഒരു സ്ത്രീയും കുഞ്ഞുമുണ്ടായിരുന്നു. അനസൂയ തുടർന്നു. നീ സുഖമായിട്ട് ഇവിടെ കഴിയാമെന്ന് വിചാരിച്ചു അല്ലേ? എവിടെ പോയി നിന്റെ ജീവിത തത്വശാസ്ത്രങ്ങൾ? ലീവിങ് ടുഗദർ. ഈ സ്ത്രീയും കുഞ്ഞും നിന്റെ കുടുംബമല്ലേ? അവൻ്റെ ഭാര്യയും കുഞ്ഞും ഞെട്ടിപ്പോയി. പെട്ടെന്ന് സമനില തെറ്റി അനസൂയ അവൾ ബാഗിൽ കരുതിയിരുന്ന ഖടാരയെടുത്ത് അഖിലിനെ കുത്തി. അവൾക്കൊരു കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: അഖിലിനേക്കാൾ വലിയൊരു സൂത്രധാരനാകുക. അവൾ എക്കാലത്തും മനസ്സിൽ കരുതിയിരുന്ന ആ നാടകം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് ചെയ്തു തീർത്തതിൽ അവൾക്ക് അതിയായ സന്തോഷം തോന്നി. ബോംബെ പോലീസ് അനസൂയയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവൾ പഴയ കാര്യങ്ങൾ ഓർത്തു. അനസൂയ റെസ്റ്റോറൻറ്റിൽ വളരെ നേരം കാത്തിരുന്നു. 5 മണിയാകുമ്പോൾ വരാമെന്നാണ് അഖിൽ ഏറ്റിരുന്നത്. ഇപ്പോൾ സമയം 6 മണിയാകാൻ 10 മിനിറ്റ് കൂടിയുണ്ട്. 5 മണിക്ക് കാണാമെന്ന് തന്നെയല്ലേ അഖിൽ പറഞ്ഞിരുന്നത്? അവളുടെ മനസ്സ് മന്ത്രിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസം മാറിപ്പോയതാകാം. എന്തായാലും 10 മിനിറ്റ് കൂടി നോക്കിയിരിക്കാം. പുറത്ത് മഴ നനനനുത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അഖിലിൻ്റെ സ്ഥാനത്ത് മഴ നന്നായി പെയ്യുന്നുണ്ടാകും. അവൻ മഴയിൽ പെട്ടുപോയോ എന്തോ. മാഡം, ഡു യു ലൈക്ക് ടു ഓർഡർ സംതിങ്? റെസ്റ്റോറൻറ്റ് ജോലിക്കാരൻ അടുത്ത് വന്ന് അനസൂയോട് ചോദിച്ചു. നോ നോ നോ, നോട്ട് നൗ. ഐ ആം വെയിറ്റിംഗ് ഫോർ സംവൺ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീട് മതി. എത്ര നേരമായി നോക്കിയിരിക്കുന്നു? ജോലിക്കാരനും അതിശയിക്കുന്നുണ്ടാകും. റെസ്റ്റോറൻറ്റിൽ ഏതാണ്ട് എല്ലാ മേശകളും കാലിയായിരുന്നു. അനസൂയ മേശമേൽ വെച്ചിരുന്ന ബാഗ് കയ്യിലെടുത്ത് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അഖിലിൻ്റെ നിഴൽ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആരും ശ്രദ്ധിക്കുന്ന രൂപം. സുന്ദരൻ, നല്ല ഉയരവും അതിനൊത്ത വണ്ണവും. പണക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകൻ. മകൻ എന്ത് ചെയ്താലും ഒന്നും പറയാത്ത അച്ഛൻ. അവൻ്റെ എല്ലാ താന്തോന്നിത്തങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അമ്മ. 3 വർഷങ്ങൾക്ക് മുമ്പാണ് അഖിലിനെ പരിചയപ്പെട്ടത്. കോളേജ് ഡേയിൽ കുച്ചിപ്പുടി അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ അനസൂയയുടെ അടുക്കൽ തികച്ചും യാദൃച്ഛികമായി അഭിനന്ദിക്കാനായിട്ട് വന്നതായിരുന്നു അഖിൽ. അതിനു മുമ്പ് അവനെ കോളേജിൽ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ല. അഭിനന്ദനങ്ങൾ, നൃത്തം തകർത്തു കേട്ടോ, അഖിൽ പറഞ്ഞു. വളരെ നന്ദി, സ്വതസിദ്ധമായ നാണത്തോടു കൂടി അനസൂയ പറഞ്ഞു. അവൾ ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവളായിരുന്നു. അച്ഛനും അമ്മയും ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവർ. അവൾക്ക് താഴെ 2 പെൺകുട്ടികൾ, 3 പേരും വിവാഹപ്രായം എത്തിയവർ. അനസൂയ കാണാൻ മിടുക്കിയായിരുന്നു. കോളേജിൽ BA പഠിക്കുമ്പോഴായിരുന്നു അഖിലിനെ പരിചയപ്പെട്ടത്. അങ്ങനെ ബന്ധം കൂടുതൽ ദൃഢമായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയപ്പോൾ അവർ ആത്മാവും ശരീരവും പങ്കുവച്ചു. ഒത്തിരി നേരമായി വന്നിട്ട്? അഖിൽ ക്ഷമാപണ സ്വരത്തിൽ ചോദിച്ചു. വാക്ക് തെറ്റിക്കാൻ തുടങ്ങിയല്ലേ? 5 മണി എന്നല്ലേ നമ്മൾ പരസ്പരം സമ്മതിച്ചിരുന്നത്? നമ്മൾ മനുഷ്യരല്ലേ, തെറ്റുപറ്റുക സ്വാഭാവികം. അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കരുത്. നമ്മുടെ ജീവിതത്തെയും ജീവനെയും ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ വരുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കാനാകുമോ? വസ്തുനിഷ്ഠമായ അനസൂയ ചോദിച്ചു. മറ്റുള്ളവരുടെ ജീവിതവും ജീവനും ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് നമ്മുടേതാണ് പ്രധാനം. അഖിലിൻ്റെ സ്വാർത്ഥത നിറഞ്ഞ വാക്കുകൾ കേട്ട് അനസൂയയുടെ ഉള്ളിൽ കിടങ്ങി. അവൻ്റെ തത്വശാസ്ത്രങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയായിരുന്നു. റെസ്റ്റോറൻറ്റിൽ അനസൂയയ്ക്ക് നേരെ എതിരായിരുന്ന അഖിൽ അനസൂയയ്ക്ക് മുഖം കൊടുത്തില്ല. അവൾ വാതോരാതെ എന്തൊക്കെയോ അഖിലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം അവൻ വളച്ചുകിട്ടി ഉത്തരം നൽകി. ഇപ്പോൾ ഞാൻ കാണണമെന്ന് പറഞ്ഞതേ ഒരു പ്രത്യേക കാര്യം പറയാനാണ്. ഐ ആം പ്രഗ്നൻറ്റ്. ഇനി അധികം നാൾ ഇങ്ങനെ പോകാൻ പറ്റില്ല. ഉടൻ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്ത് തീരുമാനം? നമുക്കൊരു നല്ല ഡോക്ടറെ കാണാം, ഒരു തമാശ മട്ടിൽ അഖിൽ പറഞ്ഞു. അത് നടക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല. വസ്തുനിഷ്ഠമായി അവൾ കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ മുഖം മ്ലാനവും മനസ്സ് കലുഷിതവുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അഖിൽ അനസൂയയെ വിളിച്ചു പറഞ്ഞു. നീ വേഗം ഇവിടം വരെ ഒന്ന് വരണം. മുനിസിപ്പൽ പാർക്കിൽ അത്യാവശ്യം ഒരു കാര്യം പറയാനാണ്. അത് പറഞ്ഞിട്ട് അഖിൽ പെട്ടെന്ന് ഫോൺ വെച്ചു.
അന്ന് വൈകിട്ട് തന്നെ അനസൂയ അഖിലിനെ കാണാൻ മുനിസിപ്പൽ പാർക്കിൽ ചെന്നു. വൈ ആർ യു സോ ടെൻസ്ഡ്? ഇൻഫാക്ട് ഐ ഷുഡ് ബി ടെൻസ്ഡ്. ഞാനല്ലേ വിവശയാകേണ്ടത്? അനസൂയ പറഞ്ഞു. ഐ എം നോട്ട് ടെൻസ്ഡ്. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ പഠിച്ചത്. ഞാനൊരു വൈദ്യനെ കണ്ടിരുന്നു. അദ്ദേഹം ഒരു നല്ല മരുന്ന് തന്നിട്ടുണ്ട്. നീ അത് കുടിക്കണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സാവകാശം കിട്ടും. അല്ലെങ്കിലും ഈ വിവാഹത്തിലും മക്കളിലും ഒന്നും എനിക്കൊരു വിശ്വാസവുമില്ല. ലിവിങ് ടുഗദർ, നമുക്കിഷ്ടമുള്ളിടത്തോളം കാലം ഒന്നിച്ച് താമസിച്ചിരുന്നു, പിന്നെ പിരിയുക, അതാണ് സൗകര്യവും യുക്തിക്ക് നിർത്തുന്നതും. ദെൻ വി ആർ ഫ്രീ ബേർഡ്സ്. യു ക്യാൻ ഗോ വിത്ത് എനിവൺ ആൻഡ് വെൻ യു വിഷ്, ജസ്റ്റ് ആസ് ഐ ക്യാൻ. ആരുടെ കൂടെ പോകാൻ ആർക്കും എതിർപ്പുണ്ടായില്ല. ആകാശത്തിലെ പക്ഷികളെപ്പോലെ, കാട്ടിലെ മൃഗങ്ങളെപ്പോലെ നമ്മുടെ പൂർവ്വർ ഗുഹകളിൽ അങ്ങനെയല്ലേ ജീവിച്ചിരുന്നത്? അഖിലിന്റെ വാചക കസർത്ത് അനസൂയയ്ക്ക് അവനിൽ വിരസതയും വെറുപ്പ് ഉളവാക്കി. എന്തൊരു ഈർവാണം! പൗരാണിക നാടകത്തിലെ സൂത്രധാരനെ പോലെ എല്ലാം മുന്നിൽ കണ്ട് ചരടി വലിക്കുന്ന മഹാൻ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ആത്മാർത്ഥതയില്ലെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. നിനക്കഥവാ പ്രസവിച്ചേ മതിയാവൂന്നുണ്ടെങ്കിൽ പ്രസവിക്കുക. എന്നിട്ട് ആർക്കെങ്കിലും മക്കളില്ലാത്തവർക്ക് കൊടുക്കുക. ആയിരക്കണക്കിന് ആളുകൾ മക്കളില്ലാതെ ദത്തെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അനസൂയയ്ക്ക് അവളുടെ ഗതികേട് ഓർത്തു. ദുഃഖവും ഒപ്പം തന്നെ അവളോട് അവജ്ഞയും തോന്നി. അവൾ അവളുടെ അച്ഛനെയും അമ്മയും ഓർത്തു. അവരുടെ അഭിമാനത്തെക്കുറിച്ച് ഓർത്തു. ആത്മഹത്യ ചെയ്താലും അവർക്കത് താങ്ങാനാവില്ല. അവരുടെ താഴെ 2 പെൺകുട്ടികൾ. അവരുടെ ഭാവി എന്താകും? വരൂ, നമുക്ക് റെസ്റ്റോറൻറ്റ് കയറി ഒരു ചായ കുടിക്കാം. അഖിൽ അനസൂയയെ അന്വയിപ്പിച്ച് അവൻ്റെ കാറിലേക്ക് കയറ്റി. അനസൂയയുമായി പോകുന്ന വഴിയിൽ അവൻ അവൻ്റെ കാറിന് ഇടതുവശം ഒരു കണ്ടെയ്നർ ലോറിയുമായി അറിഞ്ഞുകൊണ്ട് ഉരസി അവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ കാറിൻ്റെ പിൻഭാഗമാണ് ലോറിയുമായി ഇടിച്ചത്. കൊള്ളാം അഖിൽ, എൻ്റെ പദ്ധതികളെല്ലാം നല്ലത്. നീ ഒരു സൂത്രശാലി തന്നെ. അഖിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു. കാറിന് സാരമായി പരിക്ക് പറ്റിയെങ്കിലും അതുമായി യാത്ര തുടർന്ന് അവർ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നു. റെസ്റ്റോറൻറ്റിൽ അനസൂയ ശുചിമുറിയിലേക്ക് പോയ സമയത്ത് ചായയിൽ അഖിൽ മാരകമായ വിഷം കലർത്തി. തിരിച്ചു വന്ന് ചായ 2-3 കവൾ കുടിച്ച അനസൂയയ്ക്ക് എന്തോ അസ്വാദ് അനുഭവപ്പെട്ടു. അതിനെക്കുറിച്ച് അഖിലിനോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ബോധം കെട്ടു വീണു. ഉടൻ തന്നെ അഖിൽ അനസൂയയെ ആശുപത്രിയിൽ എത്തിച്ചു. അനസൂയ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് ആശുപത്രി അധികൃതരെ പറഞ്ഞു ധരിപ്പിച്ചു. പിറ്റേന്ന് ബോധം വീണ അനസൂയയ്ക്ക് എന്തെന്നില്ലാത്ത വിഷമവും പിരിമുറുക്കവും അനുഭവപ്പെട്ടു. അനസൂയ അവളുടെ ജീവിത നാടകം ഒറ്റയ്ക്ക് തുടർന്നു. പിന്നീടുള്ള ദിവസങ്ങളും വർഷങ്ങളും അവൾക്ക് തീരാത്ത ദുഃഖവും അവഹേളനങ്ങളും വരുത്തി. അവളുടെ സ്ഥിതി അറിഞ്ഞ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. പിന്നെ അവൾക്ക് കീഴിലുള്ള അനുജത്തിമാരുമായും അവൾ പ്രസവിച്ച കുഞ്ഞുമായും ജീവിതം തുടർന്നു. അവരെ രക്ഷിക്കേണ്ടത് അവളുടെ ചുമതലയായി തീർന്നു. അതിനായി അവൾ ബോംബെക്ക് വണ്ടി കയറി.